ഹലോ ഗൈസ്, അപ്പോൾ ഒരുപാട് പേർക്ക് എന്താ പറയുക, നമ്മൾ ഒരുപാട് സ്കിൻ കെയറിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് ഡൗട്ടുകളുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് സ്കിൻ കെയർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് പ്രോഡക്ട്സ് മേടിച്ച് വെക്കുന്നവരുണ്ടാവും. എന്നാൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ കുറച്ച് ഡൗട്ടുകൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, ഡൗട്ടുകൾ ഉള്ളതായിട്ട് കമന്റ്സിലും കാണുന്നുണ്ട്. അപ്പം ഏറ്റവും ഒരു പ്രോഡക്റ്റ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എത്ര തവണ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, ഏത് ഓർഡറിൽ യൂസ് ചെയ്യണം, അങ്ങനെ കുറച്ചധികം ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. എന്നാൽ നമ്മളത് അറിയാതെ ചുമ്മാ ഉള്ളൊരു ഓർഡറിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ യൂസ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും. ജീവിതകാലം മുഴുവൻ ആ പണിയുടെ പാട് മുഖത്തുണ്ടാവും. അതുകൊണ്ട് ആ പണി കിട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എന്റെ റീസെന്റ് ആയിട്ടുള്ള ഫുൾ വീഡിയോസിൽ ഞാൻ എങ്ങനെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം, സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടും അങ്ങനെ എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഐഡിയ കിട്ടും. അത് ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് ഓർഡറിലാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും ഓരോ പ്രോഡക്റ്റും എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായി. അതേപോലെ കുറെ കുഞ്ഞു പിള്ളേർ കമന്റിൽ പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് അത് പറഞ്ഞുതരും, ഇത് പറഞ്ഞിട്ട് ഓരോ പ്രോഡക്റ്റുകൾ പറഞ്ഞുതരും. അതായത് ഒരു 9-10 റേഞ്ചിലുള്ള പിള്ളേർ. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞു പിള്ളേരോട് പറയാനുള്ളത്, ഈ ഒരു 9-10 റേഞ്ചിനകത്തുള്ളവർക്ക് ഒരിക്കലും നിങ്ങൾ തന്നെ ഒരു പ്രോഡക്ട്സും യൂസ് ചെയ്യരുത്. ഈ വലിയ ചേച്ചിമാരുടെ കൂട്ടല്ല, ഒരു 17-18 വയസ്സ് എബോ ഉള്ളവർക്ക് മാത്രമേ അവർക്കും ഞാൻ തന്നെ പ്രോഡക്റ്റുകൾ ഒരു ഐഡിയയും ഇല്ലാണ്ട് ഞാൻ യൂസ് ചെയ്യാൻ പറയില്ല. എന്നാലും ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ ഇല്ലാണ്ട് പൊടി കുഞ്ഞുങ്ങൾ ആരും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് വേണ്ടത് വെറും സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒരു ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷും ആണ്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പീഡിയട്രീഷ്യന്റെ അങ്ങനെ കൺസൾട്ടേഷൻ അനുസരിച്ച് അവർ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ളത്. ഇനി വലിയവരോട് പറയാനുള്ള കാര്യം, നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് പ്രോഡക്റ്റുകൾ വയ്ക്കുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാം, എനിക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഡെർമറ്റോളജിസ്റ്റ് നടത്തുന്ന പണി കിട്ടിയ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ DMസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണാൻ പോകുന്ന ഡെർമറ്റോളജിസ്റ്റ് ആരാണെങ്കിലും പുള്ളിക്കാരോ സർട്ടിഫൈഡ് ആണോ ഉറപ്പുണ്ട് എന്നുള്ള അടുത്ത് മാത്രം പോകാതിരിക്കാം, നിങ്ങളുടെ സ്കിൻ നശിപ്പിക്കാതിരിക്കാം. അപ്പം വെദർ അവർ എന്തെങ്കിലും പ്രോഡക്റ്റ് തന്നാലും നല്ല രീതിയിൽ നിങ്ങളുടേതായ രീതിയിൽ അതിനെ പറ്റിയിട്ടൊന്ന് സെർച്ച് ചെയ്യുക, റിസർച്ച് ചെയ്യാം. അതിനൊക്കെ ശേഷം മാത്രം അത് ഉപയോഗിക്കാൻ നോക്കാം. അല്ലാതെ നിങ്ങൾ വെറുതെ പണി മേടിച്ച് വെക്കാൻ ഞാൻ പറയില്ല. കാരണം കംപ്ലീറ്റ് സ്കിൻ നശിപ്പിച്ച ആൾക്കാർ വരെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ബി അവെയർ. ഓക്കെ, അപ്പം നമുക്ക് എന്താ പറയാ, ആദ്യം തന്നെ നിങ്ങൾ ഒരു ബിഗിനർ ആണ്, ആദ്യമായിട്ട് സ്കിൻ കെയർ ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ ആദ്യത്തെ കാര്യം, നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത്. നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യണമെങ്കിൽ ഫുള്ള് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാനാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് എങ്ങനെയാണ് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നത്. ഒന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ്, നിങ്ങളുടെ കയ്യിലുള്ള ഒരു ജെൽ ഫേസ് വാഷോ ക്ലെൻസറോ എടുക്കുക, മുഖം കഴുകുക, മുടിയൊക്കെ നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ട് വേണം മുഖം കഴുകാൻ. മുഖം കഴുകിയിട്ട് കഴിവതും ടവലൊന്നും യൂസ് ചെയ്ത് തുടയ്ക്കാതിരിക്കുക. എന്നിട്ട് എയർ ഡ്രൈ ചെയ്യാൻ ശ്രമിക്കാം. എയർ ഡ്രൈ ചെയ്തിട്ട് നേരെ മുടിയൊക്കെ നേരെ കെട്ടിവെച്ച് ആവശ്യമില്ലാതെ മുഖത്ത് പിന്നെ തൊടുകരുത്. നമ്മൾ കിടക്കുന്നതിന് മുന്നേ ചെയ്താൽ മതി. എന്നിട്ട് ഡയറക്റ്റ് നേരെ ഫേസ് വെച്ച് കിടന്നുറങ്ങാം. ആവശ്യമില്ലാതെ ടച്ച് ചെയ്യരുത്. തലയാണയിൽ മുഖം വെച്ച് കിടക്കരുത്. എന്നിട്ട് രാവിലെ എണീറ്റ് ഫേസ് നോക്കാം. അവിടെ ഇവിടെയും കുറച്ച് ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. ഈ മൂക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഓയിലി ആണെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഭയങ്കര എണ്ണയായിട്ട് തോന്നുവാണെങ്കിൽ ഓയിലി സ്കിൻ ആയിരിക്കും. അവിടെ ഇവിടെ എന്നാൽ ഒരു ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ ആയിരിക്കും. ഇനി നോർമൽ ആണ്, ഒന്നും െന്നുണ്ടെങ്കിൽ നോർമൽ സ്കിൻ ആയിരിക്കും. ഇനി നിങ്ങൾ ചോദിക്കാം, ആക്നെ പ്രോൺ സ്കിൻ ഇല്ലേ, സെൻസിറ്റീവ് സ്കിൻ ഇല്ലേ? ഇതൊന്നും സ്കിൻ ടൈപ്പ് അല്ല. മെയിൻ ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ഓയിലി, കോമ്പിനേഷൻ, നോർമൽ, ഡ്രൈ എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ആയിരിക്കും നിങ്ങളുടെ സ്കിൻ ടൈപ്പ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൽ തന്നെ ആക്നെ പ്രോൺ സ്കിൻ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ എന്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിൻ ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കോമ്പിനേഷനോ ഓയിലിയോ നോർമലോ ഡ്രൈയോ ആയിരിക്കും നിങ്ങളുടെ സ്കിൻ ടൈപ്പ്. അതാദ്യം കണ്ടുപിടിച്ചിട്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും. എന്നിട്ട് മാത്രമേ നമുക്ക് പിന്നെ പ്രോഡക്റ്റിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. ആദ്യം ആ കാര്യം അറിയാതെ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് മേടിച്ചാലും നല്ല രീതിയിൽ ഇഷ്യൂ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി നിങ്ങൾ പ്രോഡക്റ്റ് മേടിച്ചു, നിങ്ങൾ ഒരു ബിഗിനർ ആകുമ്പോൾ നിങ്ങൾക്ക് യാതൊരു സിറംസിന്റെ ആവശ്യമില്ല. ഇനി ബിഗിനർ ആണെങ്കിലും കുറെ നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഒരു സിവിയർ സ്കിൻ ഇഷ്യൂ, സിവിയർ ആയിട്ടൊരു പ്രോബ്ലം ഭയങ്കരമായിട്ട് ഉണ്ട്, അത് മാറ്റണം എന്നുണ്ടെങ്കിൽ
എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സിറം ആവശ്യമുള്ളൂ. അതും ഫസ്റ്റ് ടൈം ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഒരു ബിഗിനർ സ്കിൻ കെയർ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും സിറം യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല. നിങ്ങളുടെ സ്കിന്നെ നശിപ്പിക്കാൻ നിങ്ങൾ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്ന സാധനം സിറം എന്ന് പറഞ്ഞ് സിറം യൂസ് ചെയ്യുന്നതാണ്. ഒരിക്കലും ചെയ്യരുത്. രാവിലെ ഒരു ജെന്റിൽ ക്ലെൻസർ, നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അത്രയും മാത്രം മതി. രാത്രിയാണെങ്കിലും ഒരു നല്ലൊരു ഫേസ് വാഷോ ക്ലെൻസറോ, എന്നിട്ട് മോയ്സ്ചറൈസർ. ഇത്രയേ ഉള്ളൂ സ്കിൻ കെയർ റൂട്ടീൻ. ഒരു 10 സ്റ്റെപ്പ്, 20 സ്റ്റെപ്പ്, 100 സ്റ്റെപ്പ് ഒന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾ എന്റെ കയ്യിലുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റുകളൊക്കെ കണ്ട് ഒരുപാട് ജോലി ഇത്രയും ഞാൻ മാറി വലിച്ച് തേക്കുന്നതാണ്. ഞാൻ എന്റെ സ്കിൻ കെയർ റൂട്ടീൻ ഇടാറില്ലേ. ഞാൻ ഒരു സിറം, ഒരു മോയ്സ്ചറൈസറും, ഒരു സൺസ്ക്രീനും യൂസ് ചെയ്യുള്ളൂ. അത് ഞാൻ സൈക്കിൾസ് മാതിരിയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ദിവസം ഒരു സിറമാണ്. നമുക്ക് ഒരു സിറം എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് കോജിക് ആസിഡ് സിറം നമുക്ക് എല്ലാ 7 ദിവസം യൂസ് ചെയ്യാൻ പറ്റില്ല. ആഴ്ചയിൽ 3 തവണ, അത് ഗ്യാപ്പിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ചില സിറംസ് ആ ഗ്യാപ്പിലുള്ള ദിവസം ഞാൻ ഇത് കാണിച്ചുള്ള വേറെ സിറംസ് യൂസ് ചെയ്യും. അതെന്ന് പറയുമ്പോൾ എനിക്കുള്ള സ്കിൻ ഇഷ്യൂവിനുള്ള പ്രോഡക്റ്റുകൾ മാത്രം, എനിക്ക് സിവിയർ ആക്നെ പ്രോൺ സ്കിന്നാണ്, ഡാർക്ക് സ്പോട്ടാണ്, അപ്പൊ അത് മാറ്റാനുള്ള പ്രോഡക്റ്റുകൾ മാത്രം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അതുപോലെ എന്റെ പ്രോഡക്റ്റുകൾ അതുപോലെ നിങ്ങൾ യൂസ് ചെയ്തും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാറ്റം വരാൻ പോകുന്നില്ല, നിങ്ങൾക്ക് നല്ല ഇഷ്യൂ വരാനുണ്ട്. അതുപോലെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനും നിങ്ങൾക്കുള്ള സ്കിൻ ഇഷ്യൂസിനും അനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ മാത്രം വാങ്ങാൻ ശ്രമിക്കാം. ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസ് ഇടുന്നു. ആ വീഡിയോസിൽ എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾ മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആ വീഡിയോസിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആദ്യമേ നിങ്ങളൊരു ബിഗിനർ ഒരു സ്കിൻ കെയർ റൂട്ടീൻ, ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ആയിട്ടുള്ള ക്ലെൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ യൂസ് ചെയ്ത് ഒരു മാസമെങ്കിലും കഴിഞ്ഞിട്ടും സിവിയർ ആയിട്ട്, അത് മാത്രമല്ല ഒരു കാര്യം എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള, നിങ്ങൾ സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് 1 മാസമോ 2 മാസം കൊണ്ടോ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടില്ല. 4-5 മാസം മിനിമം എടുക്കും ഒരു തിരി ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം ആ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. കാരണം ആ വീഡിയോസിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി പ്രോഡക്റ്റുകൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏത് ഓർഡറിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ രാവിലെ നിങ്ങൾ എപ്പോഴും വെയിറ്റ്, ഞാൻ പ്രോഡക്റ്റുകൾ എടുത്തോണ്ട് വന്നിട്ട് കാണിച്ചുതരാം. വെയിറ്റ്. രാവിലെ ഞാൻ എപ്പോഴും ഒരു ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യാനേ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ രാത്രി നമ്മുടെ സ്കിന്നിനകത്ത് നിന്ന് നല്ല രീതിയിലൊരു സീബം പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ രാവിലെ ഒരു ഹാർഷ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കിൻ ഡാമേജ് ആകും. കാരണം നമ്മൾ സ്കിന്നിനെ ഭയങ്കരമായിട്ട് അതിന്റെ നാച്ചുറൽ ഓയിലിനെ സ്ട്രിപ്പ് ചെയ്തിട്ട് ഡാമേജ് ആക്കും. സോ നിങ്ങൾ ഒരു ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യാൻ രാവിലെ നമുക്ക് ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള യൂസ് ചെയ്യാം. ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്ത് പറയുമ്പോൾ ദിസ് ഇസ് അഫോർഡബിൾ ആൻഡ് റിയലി ഗുഡ് സ്റ്റഫ്. ഇത് ഡെർമാക്കോന്റെ 2% നയാസിനമൈഡ് ജെന്റിൽ ക്ലെൻസർ ആണ്. സംഭവം ഏറെക്കുറെ തീർന്നു. ഇത് ഞാൻ ഇന്ന് രാവിലെ തട്ടി ഇട്ടിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. സംഭവം തീർന്നിട്ടുണ്ട്. പക്ഷേ 299 ഈ സാധനം നിങ്ങൾക്കൊരു 3-4 മാസം നിൽക്കും. 3 മാസത്തോളെങ്കിലും മിനിമം നിൽക്കും. അത് എനിക്ക് അനുഭവം കൊണ്ട് പറഞ്ഞത്. ഈ സാധനം ഡെഫിനറ്റ്ലി വർത്ത് യുവർ മണി. ഗോ ട്രൈ ഇറ്റ് ഔട്ട്. അതുപോലെ സെറ്റഫിലിന്റെ ജെന്റിൽ ക്ലെൻസറും ഭയങ്കര നല്ലതാണ്. ബട്ട് ആണ്, അത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര നല്ലതാണ്. ഇത്തിരി ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്കും ഇത് ഭയങ്കര നല്ലതാണ്. കാരണം ഇതിനകത്ത് നയാസിനമൈഡ് ഉള്ളതുകൊണ്ട് ഓയിൽ കൺട്രോൾ, സൂപ്പർ ബ്ലെമിഷസ്, അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. അപ്പൊ രാവിലെ എപ്പോഴും ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യുക. എന്നിട്ട് ടോണർ യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് ചോദിച്ചു, ടോണർ നിർബന്ധമാണോ? ടോണർ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമല്ല. എന്നാലും ടോണർ യൂസ് ചെയ്യാൻ ഗുണമുണ്ട്. പക്ഷേ ടോണർ നമുക്ക് ചൂസ് ചെയ്യുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ടോണർ ചൂസ് ചെയ്യുന്നതിൽ ചെറിയ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. കുറെ ടോണേഴ്സിനകത്ത് വിറ്റമിൻ സി, ഗ്ലൈക്കോളിക് ആസിഡ്, കോജിക് ആസിഡ് ഇതുപോലത്തുള്ള ഒരുപാട് ആക്റ്റീവ്സ് വരും. ഈ ആക്റ്റീവ്സ് ഉള്ള ടോണർ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്കിൻ ഓവറായിട്ട് എക്സ്പോളിയേറ്റ് ആയിട്ട് പൊള്ളും, സ്കിൻ ബാരിയർ ഡാമേജ് ആവും, കുരുക്കൾ വരും, അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഉണ്ടാവും. സോ കഴിവതും അങ്ങനത്തെ റിസ്ക് എടുക്കാതിരിക്കാൻ ടോണർ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഫേസ് മിസ്റ്റുകൾ അവൈലബിൾ ആണ്. അത് ഇത്തിരി കൂടി ഒരു ബിഗിനർ ഫ്രണ്ട്ലി സാധനമാണ്. അതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാനും ഭയങ്കര നല്ലതാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്ലമ്മിന്റെ ഗ്രീൻ ടീ ഫേസ് മിസ്റ്റ് ആയിരുന്നു. ഈ സംഭവം നല്ലതാണ്. അപ്പൊ ഫേസ് മിസ്റ്റ് ഒന്നും അടിച്ചിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മോയ്സ്ചറൈസർ. സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ സിറം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലെൻസർ, പിന്നെ സിറം, എന്നിട്ടാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. സിറം യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സിറത്തിന്റെ ടിപ്പ് മുഖത്ത് ടച്ച് ചെയ്തത് കയ്യിൽ ഒഴിച്ചും എടുക്കരുത്. സിറം ഇങ്ങനെ എടുക്കുക, ഡ്രോപ്പ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്യരുത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ചെയ്ത് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുക, ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. ദെൻ വെയിറ്റ്.
അത് ഉണങ്ങുന്ന വരെ. എന്നിട്ട് ജനറലായിട്ട് ഈ ഒരു മിസ്റ്റ് അടിച്ചു കൊടുക്കുക. കാരണം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ മോയ്സ്ചറൈസർ, ഹൈലറോണിക് ആസിഡ് ഇതൊക്കെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുന്ന, സ്നെയിൽ മ്യൂസിൻ ഇതൊക്കെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഇതുപോലുള്ള ഹൈഡ്രേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ നല്ല രീതിയിൽ ഫേസിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡാമ്പ് ആയിട്ടുള്ള, അതായത് ചെറിയ നനവുള്ള സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഫേസ് മിസ്റ്റ് അടിക്കാം. ഫേസ് മിസ്റ്റ് അടിച്ചതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഉണങ്ങാൻ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഇനി ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, സൺസ്ക്രീൻ ഈ 2 ഫിംഗർ റൂൾ 3 ഫിംഗർ റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. സൺസ്ക്രീൻ 2 ഫിംഗർ റൂളൊക്കെ നല്ലതാണ്. പക്ഷെ ചിലർക്ക് നമ്മൾ ഇത്തിരി ബ്രൗൺ ഗേളീസിന് ഇതുപോലെ 2 ഫിംഗർ റൂൾ ഒന്നും പറ്റത്തില്ല. കാരണം നല്ല രീതിയിൽ ചെല്ലുന്ന സൺസ്ക്രീൻസ് വൈറ്റ് കാസ്റ്റ് തരും, അതുപോലെ ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഈ വീഡിയോ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്ന എല്ലാ കാര്യങ്ങളും ബോയ്സിനും ഗേൾസിനും പറ്റുന്ന കാര്യങ്ങളാണ്. സോ ലിസൺ. അപ്പം നമുക്ക് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ കഴിവതും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന്, കഴിവതെന്നല്ല, നിങ്ങളുടെ സ്കിൻ ടൈപ്പിലുള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യാം. വൈറ്റ് കാസ്റ്റ് ഇല്ലാതെ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യുന്ന സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. സ്വെറ്റ് പ്രൂഫ് ഞാൻ പറയില്ല, കാരണം മിക്ക എല്ലാ സൺസ്ക്രീൻസും സ്വെറ്റ് ചെയ്യും. കാരണം അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, നമ്മുടെ സ്കിന്നിൽ ഒരു ഫിസിക്കൽ ബാരിയർ ഇത് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സ്വെറ്റ് ചെയ്യുന്നത്. സോ അത് വർക്ക് ചെയ്യുന്നുള്ളതല്ലോ. അപ്പം നമ്മൾ ഇച്ചിരി ഒപ്പി കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. എനിക്കും സ്വെറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ സൺസ്ക്രീൻ ഫുൾ ഡോട്ട് പോലെ, ഞാൻ ഇപ്പം ഇട്ടിട്ടുള്ളതുകൊണ്ടാണ്, ഫുൾ ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുക. ഫുൾ ഫേസ് കവർ ചെയ്തു നിങ്ങൾക്ക് ഉറപ്പ് വരുമ്പോൾ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യുക. ഭയങ്കരമായിട്ട് ഉരയ്ക്കുന്ന ടൈപ്പ് സൺസ്ക്രീൻ, വൈറ്റ് കാസ്റ്റ് ഉള്ള ക്രീം ടൈപ്പ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കുക. കഴിവതും പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്ന സൺസ്ക്രീൻ ആണെങ്കിൽ സ്വെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പരിധിയൊക്കെ കുറയും. ഇതിനെ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ടാപ്പ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാൻ നോക്കാം. സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കുറയും. ചെയ്യരുത്. എന്നിട്ട് നമ്മൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കാര്യം. ഒരു 2 hourന് ശേഷം സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. സൺസ്ക്രീൻ സ്പ്രേസ്, സൺസ്ക്രീൻ സ്റ്റിക്കുകൾ ഇതൊക്കെ റീഅപ്ലൈ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യും. റീഅപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ഒരു കീ ആണ്. കാരണം എത്ര മണിക്കൂർ നിൽക്കുമെന്ന് സൺസ്ക്രീനൊക്കെ പറയുന്നുണ്ടെങ്കിലും അധികം ഒന്നും നിൽക്കാറില്ല. സോ 2 മണിക്കൂർ കഴിയുമ്പോൾ എപ്പോഴും റീഅപ്ലൈ ചെയ്യേണ്ടി വരും. സൺസ്ക്രീൻ സ്റ്റിക്കുകൾ, സൺസ്ക്രീൻ സ്പ്രേകളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. പിന്നെ തിക്കായിട്ടുള്ള ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ സ്റ്റിക്കുകൾ വോണ്ട് വർക്ക്. കാരണം നല്ല രീതിയിൽ ഗ്രീസി ആവാൻ, ഈ മേക്കപ്പ് ഇങ്ങനെ റിമൂവ് ആവാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ എനിക്ക് വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ ഫൗണ്ടേഷൻ നമ്മൾ ഇടുന്നില്ല, പക്ഷെ ഭയങ്കരമായിട്ട് ഫൗണ്ടേഷൻ, സ്കിൻ ടിന്റുകളൊക്കെ ഇടുന്നവർക്ക് ഇതിങ്ങനെ ഈ ഒരു സൺസ്ക്രീൻ സ്റ്റിക്കുകൾ ഇങ്ങനെ റിമൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് പകരം സൺസ്ക്രീൻ സ്പ്രേകൾ ഒരുപാട് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇത്തിരി നല്ലത്. അല്ലെങ്കിൽ പൗഡർ സൺസ്ക്രീൻ ഉണ്ട്, പൗഡർ പോലത്തെ, അപ്പൊ അത് യൂസ് ചെയ്താലും നമുക്ക് ഇത്തിരി നന്നായിട്ടുണ്ടാവും. പിന്നീട് അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ വരുന്നത്. പിന്നീട് നമ്മൾ ഇടയ്ക്ക് മുഖം കഴുകുമല്ലോ, അപ്പം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം കഴുകുമ്പോൾ പിന്നെ ചെയ്യാനൊന്നും വേണ്ട. എന്നാലും നിങ്ങൾ ഹാർഷായിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ച് ആ ഒരു ടൈമിലൊന്നും കഴുകണ്ടെന്നേ പറയുള്ളൂ. ഇനി അഥവാ നിങ്ങൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ഏറ്റവും വലിയ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ പിന്നെ നൈറ്റാണ്. നമ്മൾ രാവിലെ സൺസ്ക്രീൻ മെയിൻ ഒരു സംഭവമാണെങ്കിലും നമ്മൾ രാത്രിത്തെ സ്കിൻ കെയർ ഞാൻ ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. കാരണം നൈറ്റ് ആൻഡ് സ്കിൻ കെയർ നമ്മൾ ഇതുപോലെ പല്ല് തേച്ചതിന് ശേഷം, രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും പല്ല് തേച്ചതിന് ശേഷം മാത്രം സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാൻ നോക്കാം. പല്ല് തേച്ചതിന് ശേഷം ഇതുപോലെ മുടിയൊക്കെ കെട്ടിവെച്ചതിന് ശേഷം ഒരു ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന ഇപ്പോഴും പലർക്കും അറിയില്ല. നമ്മളത് മാത്രമല്ല, ഭയങ്കര സില്ലി ആയിട്ടാണ് ക്ലെൻസറും ഫേസ് വാഷും ഒക്കെ വാങ്ങിക്കുന്നത്. ജസ്റ്റ് മുഖം കഴുകാനല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലെൻസറും അല്ലെങ്കിൽ ഫേസ് വാഷാണ്. കാരണം നമുക്ക് എന്താ പറയാ, നമ്മൾ പടം വരയ്ക്കണമെങ്കിൽ നല്ലൊരു ക്യാൻവാസ് വേണ്ടേ, അതുപോലെ നമ്മൾ ഫേസിലാണെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു സർഫസ് വേണം ഈ പ്രോഡക്റ്റുകൾക്ക് കൃത്യമായിട്ട് വർക്ക് ആവാൻ വേണ്ടി. അപ്പൊ അങ്ങനത്തെ ഒരു ക്ലീൻ സർഫസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു ക്ലെൻസിങ് ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ക്ലെൻസറോ ഫേസ് വാഷോ എടുക്കുമ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് മുഖം വെറ്റ് ചെയ്യുക. എന്നിട്ട് കയ്യിൽ ഇത്തിരി ക്ലെൻസർ, കൈ എപ്പോഴും നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ എപ്പോഴും കൈ ക്ലീൻ ആണോ നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ബാക്ടീരിയ കാരണം മുഖത്ത് ടച്ച് ചെയ്യുമ്പോഴേക്കും അത് ക്ലോഗ് ചെയ്തിട്ട് നല്ല രീതിയിൽ കുരു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ കയ്യിൽ ഇത്തിരി ക്ലെൻസർ എടുക്കുക, ഇത്തിരി വെള്ളം നനയ്ക്ക് നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് ഇതൊരു എന്താ പറയാ ക്രീം പരുവാകും. നല്ല സോഫ്റ്റ് ക്രീം പരുവാകുമ്പോൾ മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യുക. ചെറു ജെന്റിലായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒരു 1 മിനിറ്റിനകം, 1 മിനിറ്റ് പുറത്തോട്ട് പോരുത്, ഓവറായിട്ട് ഡ്രൈ ആവും. 1 മിനിറ്റിനകം നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് വാഷ് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യുന്നത്. ഡബിൾ ക്ലെൻസിങ് മെത്തേഡാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ സൺസ്ക്രീൻ അല്ലെങ്കിൽ മേക്കപ്പ് യൂസ് ചെയ്യുന്ന മെയിനായിട്ട് സൺസ്ക്രീൻ. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിനകത്തോട്ട് പെനിട്രേറ്റ് ചെയ്യും. അപ്പോൾ പോഴ്സ് ക്ലോഗ് ചെയ്യും, കുരു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ പലർക്കും സൺസ്ക്രീൻ ഇട്ടപ്പം ചേച്ചി പെട്ടെന്ന് എനിക്ക് കുരു വന്നത് എന്താണെന്ന് ചോദിക്കുന്നത്, ഇതാണ് റീസൺ. അപ്പൊ സൺസ്ക്രീൻ നമ്മൾ ഫേസ് വാഷോ ക്ലെൻസറോ അല്ലെങ്കിൽ മെസലർ വാട്ടറോ കൊണ്ടും ഇത് റിമൂവ് ആവാൻ പറ്റില്ല.
വി ഷുഡ് യൂസ് എ ക്ലെൻസിങ് ഓയിൽ ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡ്. അപ്പോൾ ഈ ക്ലെൻസിങ് ഓയിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് ഒരുപാട് പേര് ചോദിക്കും ഇത് എണ്ണയല്ലേ, ഓയിലി സ്കിന്നിന് പറ്റും. മെയിനായിട്ട് ക്ലെൻസിങ് ഓയിൽ എന്ന് പറയുമ്പോൾ ഒരു എണ്ണ പോലെ ഇരിക്കുമെങ്കിലും ഇത് എണ്ണയല്ല, ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിലി സ്കിന്നാണ്. ഇത് നമ്മൾ റബ്ബ് ചെയ്ത് നമ്മുടെ ഫേസിലുള്ള എക്സസ് സീബം, വൈറ്റ് ഹെഡ്, ബ്ലാക്ക് ഹെഡ്സ്, കുഞ്ഞു കുഞ്ഞു ലംസ്, സ്കിൻ ടെക്സ്ചർ ഇതൊക്കെ റിമൂവ് ആവാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. എന്നിട്ട് നമ്മൾ കയ്യിൽ വെള്ളം നനച്ച് നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് ഇതൊരു സോപ്പ് വരുവും, സോപ്പ് വെള്ളം പോലെ ഇത് വാഷ് ഔട്ട് ആയി പോകും. എന്നിട്ടൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകുമ്പോഴാണ് ഡബിൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഫേസ് സൂപ്പറായിട്ട് ക്ലിയർ ആവും. എന്നിട്ടാണ് നമ്മൾ ബാക്കി പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഞാനൊരു ഒരു 1 month എൻ്റെ ക്ലെൻസിങ് ഓയിൽ തീർന്ന സമയത്ത് ഒരു 1 month ഞാൻ വെയിറ്റ് ചെയ്തു, ക്ലെൻസിങ് ഓയിൽ ഇല്ലാണ്ട് എന്തൊക്കെ സ്കിന്നിന് ദോഷം വരും എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് പണി കിട്ടി ഗൈസ്. കാരണം എനിക്ക് എക്സ്ട്രീം ആക്നെ പ്രോൺ സ്കിന്നാണ്. ഇത് രണ്ടോ ഈ കുരു ഈ വന്നതിന്റെ ഒറ്റ റീസൺ ഞാൻ ക്ലെൻസിങ് ഓയിൽ സ്റ്റോപ്പ് ചെയ്തോണ്ടാണ്. സ്റ്റോപ്പ് ചെയ്തതല്ല, ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് വിട്ടുപോയ കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇത് അങ്ങനെയൊക്കെ നിന്നതാണ്. എന്താണെങ്കിലും ഞാൻ ആ സമയത്തൊന്നും വിചാരിച്ചാണ് എന്തോ ആയിരിക്കും, ക്ലെൻസിങ് ഓയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിൽ എന്തൊക്കെ മാറ്റം വരാം, പ്രശ്നം ഉണ്ടാവും എന്നുള്ളതൊന്നും ചെക്ക് ചെയ്യാൻ കൂടി വിചാരിച്ചു. പക്ഷെ പണി കിട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലെൻസിങ് ഓയിൽ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് 17-ാം തീയതി ക്ലെൻസിങ് ഓയിൽ വീണ്ടും കിട്ടും. കുറച്ച് നല്ല ക്ലെൻസിങ് ഓയിൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പം അതിനെ കുറിച്ച് ഇത്തിരി അഫോർഡബിൾ ആയിട്ടില്ല. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ റൈസ് വാട്ടർ ക്ലെൻസിങ് ഓയിൽ ആയിരുന്നു. അത് 1000 അടുപ്പിച്ച് റേഞ്ച് ഉണ്ട്. അപ്പൊ അതിനേക്കാളും ഇത്തിരി അഫോർഡബിൾ ആയിട്ടുള്ള 2-3 ക്ലെൻസിങ് ഓയിൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. കോഷ്യസ് കെമിസ്റ്റിനെ, സുഗന്ധയുടെ ഒക്കെ. അപ്പൊ അത് സംഭവങ്ങൾ വന്നിട്ട് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, എന്നാൽ നല്ല പ്രോഡക്റ്റുകൾ ട്രൈ ചെയ്യാമല്ലോ. അപ്പൊ ക്ലെൻസിങ് മെത്തേഡ് അത്യാവശ്യം നല്ലതാണ്. ഇനി നമ്മൾ ഡബിൾ ക്ലെൻസിങ് ഒന്നും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫേസ് വാഷ് കഴുകുക, അതൊന്ന് കാറ്റടിച്ച് ഉണങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ 1 time ടിഷ്യൂ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അത് യൂസ് ചെയ്ത് തുടയ്ക്കുക. ടവലൊന്നും യൂസ് ചെയ്ത് തുടയ്ക്കാതിരിക്കുക. ഭയങ്കര ചൂടുണ്ട് ഗൈസ്. ഞാൻ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റൂല. ഓക്കെ, സാരില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണങ്ങിയിട്ട് ഇതേപോലെ തന്നെ മിസ്റ്റ് അടിക്കുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. തലയണയിൽ മുഖം വെച്ച് കിടക്കാതിരിക്കുക. കാരണം ഇതിനകത്ത് ബാക്ടീരിയ കാരണം കുരു വരും. ഞാൻ തലയണയിൽ മുഖം വെച്ച് കിടക്കുന്ന ഈ സൈഡാണ്. എനിക്ക് കുരു സാധാരണ വരാറ് ഈ സൈഡാണ്. അത് ഞാൻ ഈ ഭാഗത്ത് തലയണയിൽ മുഖം വെച്ച് കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ കിടക്കരുത്. ഞാൻ അത് നിർത്തിയപ്പോൾ കുരു പോയി. ഇപ്പൊ ആ സ്പോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെയ്യാതിരിക്കാം. ഇത്രയൊക്കെയുള്ള ഒരു ഓർഡർ. ആദ്യം ക്ലെൻസർ, പിന്നെ ടോണർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോണർ അല്ലെങ്കിൽ ഫേസ് മിസ്റ്റ്, സിറം യൂസ് ചെയ്യുന്നുള്ളവരാണെങ്കിൽ സിറം, പിന്നെ മോയ്സ്ചറൈസർ, ഏറ്റവും ലാസ്റ്റ് സൺസ്ക്രീൻ. നൈറ്റിലാണെങ്കിൽ ഡബിൾ ക്ലെൻസിങ് ചെയ്യുന്നവർ ഡബിൾ ക്ലെൻസിങ്, അല്ലാത്തവർ ഫേസ് വാഷ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്യുക. എന്നിട്ട് ഫേസ് മിസ്റ്റ് അടിക്കുക, മോയ്സ്ചറൈസർ. ഫേസ് മിസ്റ്റ് ഉള്ളവർ അടിക്കുക, അല്ലാത്തവർ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഇത്രയേ ഉള്ളൂ സ്കിൻ കെയർ റൂട്ടീനും ഇതിന്റെ ഓർഡറും. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോൾ സിറം യൂസ് ചെയ്യുന്നതിന് പല രീതികളുണ്ട്. നിങ്ങൾ ഓരോ സിറത്തിനും ഓരോ രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത്. ഹൈലറോണിക് ആസിഡ് ചെറിയ നനവുള്ള സ്കിന്നിൽ യൂസ് ചെയ്താൽ വർക്ക് ചെയ്യുള്ളൂ. വിറ്റമിൻ സി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ. സാലിസിലിക് ആസിഡ്, കോജിക് ആസിഡ്, ഗ്ലൈക്കോലിക് ആസിഡ് ഇതെല്ലാം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ വേണം യൂസ് ചെയ്യാൻ. എല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. അതുപോലെ യൂസ് ചെയ്യുന്നതിന്റെ അളവ് കൂടിയാലും പണി കിട്ടും, ദിവസങ്ങൾ കൂടിയാലും പണി കിട്ടും. കോജിക് ആസിഡ്, ഗ്ലൈക്കോലിക് ആസിഡ്, സാലിസിലിക് ആസിഡ് ഇതെല്ലാം ആഴ്ചയിൽ 3 തവണ മാത്രം യൂസ് ചെയ്യുക. അതും അടുപ്പിച്ച് 3 തവണ അല്ല, ഗ്യാപ്പ് ഇട്ട് 3 തവണ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. സ്കിൻ ഓവറായിട്ട് എക്സ്പോളിയേറ്റ് ആവാൻ, സ്കിൻ പീൽ ആവാൻ, സ്കിൻ ബാരിയർ ബ്രേക്ക് ആവാൻ, കുരു വരാൻ, ഡാമേജ് ഉണ്ടാവാൻ ഒക്കെ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അത് ശ്രദ്ധിക്കാൻ നോക്കാം. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഞാൻ ബാക്കി ഇനിയുള്ള ഡൗട്ടുകളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, ബിഗിനേഴ്സിന് അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോസ് കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി മനസ്സിലാവും, ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ബൈ.